എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും പല ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ സ്കിന്നിലിടുന്ന പാക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ ഹെർബലായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കണം എന്നൊക്കെ ആഗ്രഹം വരും അല്ലേ? അപ്പോൾ ഞാൻ പൊതുവേ ഹെയർ പാക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെയർ പാക്ക് ഞാൻ ഫോർമുലയായിട്ട് സെറ്റ് ചെയ്തത് ഒന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ബനാന ആൻഡ് അവോക്കാഡോ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അതിൽ പിന്നെ അലോവേറ ജെല്ലാണ് കൊടുത്തത്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുടി ഇഴകൾക്ക് ഒരു കരുത്ത് കൊടുക്കുന്ന പോലെയും അതുപോലെ ഒരു ഷൈനിങ് വരുന്ന പോലെയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഓരോരു പാക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് ഫോമിലി ഒന്ന് സെറ്റ് ചെയ്തോളേ, നമ്മളിപ്പോഴും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ട്രയൽ നടത്തിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ പിന്നീടാണ് പിന്നെ അത് ഫോമുലയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും പിന്നെ അതിൽ ട്രയൽ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അറിയണം, അതിൻ്റെ പെർസെൻറ്റേജ് അറിയണം, പിന്നെ നമ്മളിപ്പോഴും കൊടുക്കുമ്പോൾ സെയിം കൺസിസ്റ്റൻസിയിൽ കൊടുക്കുകയൊക്കെ വേണം. ഒരു 3-4 വർഷമായിട്ട് ഈ പാക്കുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര അത്യാവശ്യക്കാർക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനൊക്കെ പറ്റാറുണ്ട് എനിക്ക്. അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർ പാക്കുകളിൽ നമുക്ക് ഓയിലുകൾ അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ ടൈപ്പ് ഓയിലുകളും എല്ലാവർക്കും ചേരില്ല. പിന്നെ ഓയിലുകൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പ് ഓയിലായിട്ടുള്ളവർക്ക് അത് പറ്റില്ല. അപ്പോൾ പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഗ്രോത്തിനെ സഹായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊതുവേ പാക്കുകളിൽ അർഗൻ ഓയിൽ, ടീ ട്രീ ഓയിൽ, അതുപോലെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, പിന്നെ റോസ്മേരി വാട്ടറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ ഹെയർ പാക്കുകളിൽ നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഹെയറിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഹെയറിന് ഷൈനിങ് കൊടുക്കുന്ന, ഹെയറിന് സ്ട്രെങ്ത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഓയിലുകളും എസൻഷ്യൽ ഓയിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഹെയർ പാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. ഹെയർ പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബനാന, നമുക്ക് കൂടുതൽ ബനാന വരുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കാം. പപ്പായ, അവോക്കാഡോ എന്തോ ആണോ അത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലല്ല, കുറച്ച് മാറിയുള്ള സൺലൈറ്റിൽ, തണലത്ത് പോലെയുള്ള സൺലൈറ്റിൽ ഇട്ടിട്ട് എയർ കൊണ്ട് ഉണക്കി നമ്മൾ അത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണല്ലോ, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറയാം. അതപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നീട് പാക്ക് ആക്കണമെങ്കിൽ പിന്നെ അത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഡ്രൈ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിലായാലും ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ലോങ് ടൈം നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈപ്പ് പാക്കുകൾ നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ മുടിക്ക് ഇപ്പം സ്ട്രെങ്ത്തൊക്കെ പോയി സ്പ്ലിറ്റ് എൻഡും അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ നമ്മൾ ഞാൻ സ്ഥിരം ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന ആളാണ്. ഹെയർ ഡ്രയർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ അവർക്കൊക്കെ എപ്പോഴും നല്ല മുടിക്ക് എന്തെങ്കിലും ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മുടി പൊട്ടിപ്പോവും, ഉണങ്ങിപ്പോവും, ഡ്രൈനെസ് കൂടും. പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ മുടിക്ക് നിര കുറയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് എന്തും നമുക്ക് ഈ പാക്കിലേക്ക് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം. ഉണക്കിയെടുത്ത ബനാന, അത് സാധാരണ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് മെഷർമെൻറ്റോ പ്രിസർവേറ്റീവോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് മിനറൽ വാട്ടർ പോലും അല്ല, സാധാരണ വാട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ബനാന ഇട്ടു, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രൈഡ് സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഉണക്കിയത്, ഉലുവ, എന്താണോ നിങ്ങൾക്ക് ഹെയറിന് നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യാം. പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലുണ്ടാക്കണം. ജെല്ലുണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി, ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഒരു ഗ്ലാസ് വാട്ടർ ഒഴിച്ചു. എന്നിട്ട് അതൊരു ഭയങ്കര തിക്കാവരുത്. ഭയങ്കര തിക്കായാൽ പിന്നെ നമുക്കത് അരിച്ചെടുക്കാൻ പറ്റില്ല. അത് ചൂടോടെ അരിച്ചെടുക്കും വേണം, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും ജെല്ല് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് അരിച്ച് അതിൻ്റെ ആ ജെല്ലെടുക്കണം. എന്നിട്ട് ഈ ജെല്ല് ബാക്കി വന്നതും ഇതിപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാം. ഞാൻ മുന്നേ ചെയ്യുമായിരുന്നു, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അത് നമുക്ക് ഫേസ് ക്രീമുകളിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിട്ട് ഇത് ബാക്കി വന്നത് ഞാൻ ഫ്രീസറിലേക്കാണ് വെച്ചത്. അപ്പോൾ ഈ ഇതിൻ്റെ ജെല്ലും ഫ്ലാക്സ് സീഡ് ജെല്ലും പിന്നെ അലോവേറ ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ അലോവേറ ജെല്ലും ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ പിന്നെ മൈലാഞ്ചിപ്പൊടി, ഞാൻ പൊതുവേ മൈലാഞ്ചിയുടെ ഇത് ഇടുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകൾ ഉണ്ടാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ കുളിക്കും. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ നിര അധികം കാണില്ല. നമുക്ക് മൈലാഞ്ചിപ്പൊടി കൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇനി നമ്മൾ കുളിക്കുന്നതിനേക്കാൾ മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 45 മിനിറ്റ്സെങ്കിലും തലയിൽ വെക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിലേക്ക് അപ്പോഴാണ് നമ്മൾ ആവശ്യമുള്ള ഓയിലുകളും എസൻഷ്യൽ ഓയിലുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എസൻഷ്യൽ ഓയിൽ വളരെ കുറവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലായാലും നമ്മുടെ തലയിൽ ചേരുന്ന ഓയിൽ എന്താണോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഞാൻ വളരെ കുറവ് ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നമുക്ക് പറ്റില്ല.
ഇനി ഇത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഹെയർ ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ജെല്ലുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു സിൽക്കി ടെക്സ്ചർ, നല്ല ഭംഗിയിൽ തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെയർ പാക്കുകൾ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ലെങ്കിൽ. അതുപോലെ തന്നെ ഡാമേജായി മുടിക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് ഫോമുലയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.